أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أجعل الآلهة إلها واحدا إن هذا لشيء عجاب. وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد. ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു നമുക്കായി ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗീയ ഭവനത്തിൽ ഒത്തുചേരുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നമ്മുടെ നേതാവ് മക്കാ നിവാസികൾക്കിടയിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും സ്വഭാവ മഹിമയുമൊക്കെ മക്കയിലുള്ള ആളുകൾക്ക് ഏറെ പരിചിതമായിരുന്നു. അതുകൊണ്ടായിരുന്നു പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറെ ഇഷ്ടപ്പെടുകയും വിശ്വസ്തനെന്ന അൽ അമീൻ എന്ന ഓമന പേരിൽ അവർ വിളിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഒരു ദൈവദൂതൻ എന്ന നിലയിൽ, ഒരു പ്രവാചകൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ അഭിമുഖീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കാൻ അവർക്ക് സാധ്യമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജവാദിയായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. അതാണ് പരിശുദ്ധ ഖുർആൻ ഇന്നലെ നാം പഠിച്ച സൂറത്തു സ്വാദിലെ 4-ാമത്തെ ആയത്തിൽ അവർ പറഞ്ഞത്, ഹാദാ സാഹിറുൻ കദ്ദാബ്, മുഹമ്മദ് കള്ളവാദിയാണ്, അവൻ ജാലവിദ്യക്കാരനാണ്. തങ്ങളുടെ ദൈവങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കുന്നത് തങ്ങളുടെ അധികാരം അപഹരിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന ഒരു ആരോപണമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ എഴുതിവിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായതും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതും മക്കയിലെ പ്രമാണിമാരാകുന്ന ആളുകൾക്ക് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പ്രമാണിമാരാകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശക്തമായിരിക്കുന്ന ആരോപണങ്ങളും കള്ളപ്രചരണങ്ങളും അഴിച്ചുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറാണെന്നും അവൻ കള്ളവാദിയാണെന്നും അവർ പ്രചരിപ്പിക്കുവാനുള്ള ചില ന്യായീകരണങ്ങളാണ് 5-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വാദങ്ങളും ഇത്തരത്തിലുള്ള പ്രമാണിമാരും എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിൻ്റെ നാമത്തിൽ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നതുകൂടി ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അവരുടെ ചോദ്യം എന്തായിരുന്നു? അവരുടെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അജഅല, അവൻ ആക്കിയിരിക്കുകയാണോ, മുഹമ്മദ് ആക്കുകയാണോ, അൽ ആലിഹത, പല ദൈവങ്ങളെ ഇവൻ ആക്കുകയാണോ, ഇലാഹം വാഹിദ, ഒരേ ദൈവം, ഒരേ ആരാധ്യനാക്കുകയാണോ,
ഞങ്ങൾ ഒരുപാട് ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നുണ്ട്, പലതിനോടും സങ്കടം പറയുന്നുണ്ട്, ഒരു ദൈവം മാത്രമല്ല ഉള്ളത്. എന്നിട്ട് മുഹമ്മദ് വന്നിട്ട് അവൻ എന്ത് പറയുന്നു? ഉബ്ദൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഇവൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇന്ന ഹാദാ നിശ്ചയമായും ഇത്, ഏത്? എല്ലാ ദൈവങ്ങളെ കൂടിയും ഒഴിവാക്കണം, എന്നിട്ട് ഒരൊറ്റ ആരാധ്യനെ മാത്രം ആരാധിക്കണം. അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അവനാണ് എല്ലാം പടച്ചത്, അവനാണെല്ലാം കേൾക്കാൻ കഴിയുന്നത്, എല്ലാം അറിയാൻ കഴിയുന്ന, എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു നാഥനെ ഉള്ളൂ, ഒരു അള്ളാഹുവേ ഉള്ളൂ. ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റു ദൈവങ്ങളെയൊന്നും ആരാധിക്കരുത് എന്ന് പറയുന്ന ഈ മുഹമ്മദിന്റെ വാചകം, ഇന്ന ഹാദാ നിശ്ചയമായും ഇവന്റെ ഈ വാദം ലശൈഉൻ ഉജാബ്, അത്യാശ്ചര്യമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. മുഹമ്മദ് ഈ പറയുന്നത് ഏറെ അത്ഭുതമുള്ള ഒരു കാര്യമാണ്. എന്ത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ദൈവമാക്കരുത്, ആരാധിക്കരുത് എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് എന്ന ഒരു ന്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളവാദിയാണ്, അതല്ലെങ്കിൽ അദ്ദേഹം സാഹിറാണ് എന്ന് പറയാൻ അവർക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഇന്നും മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ, നേർച്ചകളും വഴിപാടുകളും സത്യം ചെയ്യുന്നതും ഒക്കെ അള്ളാഹുവിന് മാത്രമേ ആകാവൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയുന്നത് ഇത് തന്നെയാണ്. അള്ളാഹിനോട് മാത്രമേ തേടാൻ പറ്റൂ എന്നാണോ നിങ്ങൾ പറയണത്? നമ്മൾ പലരോടും തേടാറില്ലേ? അതുപോലെ തന്നെയാണ് ഞങ്ങൾ അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ശുഹദാക്കളോട്, ബീവിമാരോട് തേടുന്നത്. ആ ഔലിയാക്കളോടും ബീവിമാരോടും ശുഹദാക്കളോടും ഒക്കെ കാലാകാലങ്ങളിലായി പരമ്പരാഗതമായി നമ്മുടെ നാടുകളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ തേടി വന്നതാണ്. അതിലൊക്കെ ഒഴിവാക്കി അവരോടൊന്നും സഹായം ചോദിക്കാതെ, അവരുടെ പേരിലൊന്നും സത്യം ചെയ്യാതെ, അവരുടെ ആണ്ടും നേർച്ചയും ഒക്കെ നടത്തി ബലികർമ്മം നടത്താതെ, ഒരൊറ്റ ആരാധ്യനോട് മാത്രം, ഒരല്ലാഹുവിനോട് മാത്രം ഇസ്തിഹാസ നടത്തണം, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യണം, അവന്റെ പേരിൽ മാത്രമേ ആരാധനകളൊക്കെ പറ്റൂ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അവർ പുത്തൻവാദികളാണ്, അത് വലിയ ഒരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറയുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെ? നമുക്കറിയാൻ കഴിയും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രമാണിമാരുടെ ചില നിലപാടുകൾ പറയാണ്. ഈ പ്രമാണിമാരെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രമാണിമാരുടെ നിലപാടുകൾ ഇന്നത്തെ നമ്മുടെ പുരോഹിതന്മാരുടെ നിലപാടുകളുമായി തട്ടിച്ചു നോക്കേണ്ടതാണ് നാം. എന്താണ് തുടർന്ന് അല്ലാഹു തആല പറയുന്നത്? വൻതലഖൽ മലഉ മിൻഹും അനിംശു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്. വൻത്വലഖ വിട്ടുപോയി, വൻത്വലഖ ഇൻത്വലഖ പോയി, അൽ മലഉ അവരിൽ, അൽ മലഉ പ്രധാനികൾ, മിൻഹും അവരിൽ നിന്നുള്ള പ്രധാനികൾ, പ്രമുഖർ ആയ ആളുകൾ വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ചില പ്രമാണിമാരുണ്ടായിരുന്നു. ഉത്ബത്തും ഷൈബത്തും വലീദും അബൂജഹൽ അടക്കമുള്ള പ്രമാണിമാരായ ആളുകൾ. അവരെന്ത് ചെയ്തു? വൻത്വലഖൽ മലഉ മിൻഹും, അവരിൽ നിന്നുള്ള പ്രധാനികളാകുന്ന ആളുകൾ വിട്ടുപോയി. മാത്രവുമല്ല, ആ പ്രമാണികർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ചെവി കൊടുക്കാൻ അവർ തയ്യാറായില്ല. മാത്രവുമല്ല, അന്നത്തെ ആ പ്രമാണിമാർ പറഞ്ഞു, അനിംഷു, അനിംഷു, നിങ്ങൾ പോവുക, നിങ്ങൾ നടക്കുക, വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക, അലാ ആലിഹത്തിക്കും, നിങ്ങളുടെ ദൈവങ്ങളിൽ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. മാത്രവുമല്ല, നിങ്ങൾ ഇവിടുന്ന് പോവുക, നിങ്ങൾ മുഹമ്മദിന്റെ വാക്ക് കേൾക്കാൻ നിൽക്കരുത്, അവൻ ഓതുന്നത് കേൾക്കാൻ നിൽക്കരുത്, അവൻ പറയുന്ന അവന്റെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് ആര് പറഞ്ഞു? അവിടുത്തെ പ്രമാണിമാർ പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. തുടർന്ന് പറയുന്നത് ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇന്ന ഹാദാ നിശ്ചയമായും ഇത്, ലശൈഉൻ ഒരു കാര്യം തന്നെയാണ്, യുറാദ് ഉദ്ദേശിക്കപ്പെടുന്ന, താല്പര്യപൂർവ്വം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായത് അവർക്ക് ഇഷ്ടമായിട്ടില്ല, ആ പ്രമാണിമാർക്ക്. കാരണം അവരുടെ ധാരണ, ഈ
ഇത്തരത്തിൽ പ്രവാചകന്മാരാകുന്നത് വലിയ നേതാക്കന്മാർക്ക് മാത്രമേ പറ്റൂ, വലിയ പ്രമാണിമാരാകുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. സാധാരണക്കാരനായ ഒരാൾ പ്രവാചകനായി വരിക എന്നത് അവർക്ക് ഊഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, നമ്മുടെ അധികാരങ്ങളെ തട്ടിയെടുക്കാൻ വേണ്ടി ഇന്ന ഹാദാല ശൈഉൻ യുറാദ്, വളരെ മനഃപൂർവ്വം ഉദ്ദേശപൂർവം മുഹമ്മദ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ദൈവങ്ങളെയൊന്നും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം. അതുകൊണ്ട് നിങ്ങൾ ആ മുഹമ്മദിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. നിങ്ങൾ നമ്മുടെ ആ ഇലാഹുകളെ ഒരിക്കലും ഒഴിവാക്കരുത്. ആ ഇലാഹുകളോട്, ആരാധ്യ വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് ആരാധിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഇസ്ബിറു, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും അതിൽ നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കണം എന്ന് ആ നേതാക്കന്മാർ, ആ പ്രമാണിമാർ ആരോട് പറയുന്നു? അനുയായികളോട് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല മതപുരോഹിതന്മാരിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നവരെ ബഹിഷ്കരിക്കുന്ന, മഹല്ലുകളിൽ നിന്ന് പുറത്താക്കുന്ന, അവരെ പീഡിപ്പിക്കുന്ന, ശാരീരികവും മാനസികവുമായി അവർക്ക് വേദനകൾ ഉണ്ടാക്കുന്ന, അവരെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ചാൽ ആ പ്രോഗ്രാമുകൾ തടയുന്ന, അതിലേക്ക് പോകരുത് എന്ന് പറയുന്ന പ്രമാണിമാരെ ഇന്നും നമുക്ക് കാണാവുന്നതാണ്. എന്തേ ഇവർ ചെയ്ത തെറ്റ്? എന്താണ് ഇവർ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹു മാത്രമാണ്. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളയാണ്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഔലിയാക്കളല്ല ലോകം നിയന്ത്രിക്കുന്നത്. അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളല്ല ലോകം നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ് എന്ന് പറയുമ്പോ പ്രമാണിമാർ പറയുന്നു ഇതേ വാചകം. എന്ത്? വൻതലഖൽ മലഉ മിൻഹും, പ്രമാണിമാർ അവരുടെ വാക്കുകളിൽ നിന്ന് അകന്നു പോകുന്നു. അനുയായികളോട് പറയുന്നു, അനിംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും, നിങ്ങൾ നടക്കുക. ഇവരുടെ പരിപാടി, ഇവരുടെ ഖുർആൻ ക്ലാസുകൾ, ഇവരുടെ ഗ്രൂപ്പുകൾ, അതിലൊന്നും നിൽക്കാൻ പാടില്ല. നിങ്ങൾ അതിൽ നിന്ന് ലെഫ്റ്റ് ആകണം, നിങ്ങൾ ആ പരിപാടിയിൽ നിന്ന് പോകണം. അനിംഷു, നിങ്ങൾ അവിടെ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്ന ആളുകളെ ഇന്നും നമുക്ക് കാണാം. വസ്ബിറു അലാ ആലിഹത്തിക്കും, നമ്മുടെ കാരണവന്മാർ ഇതുവരെയും അള്ളാഹിനോട് മാത്രം തേടിയവരല്ല, അവർ അള്ളാഹു അല്ലാത്തവരോട് തേടിയവരാണ്, സഹായാർത്ഥന നടത്തിയത് അവരാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും എല്ലാത്തിനും ഉത്തരം നൽകാനും കഴിയുന്ന പല മഹാന്മാരും, ലോകം നിയന്ത്രിക്കുന്നവർ പോലും ലോകത്ത് പലരുമുണ്ട് എന്നായിരുന്നു നമ്മുടെ കാരണവന്മാരൊക്കെ വിശ്വസിച്ചിട്ടുള്ളത്. അതൊന്നും പാടില്ല എന്ന് പറയുന്ന ഇവരുടെ ഈ വാചകം അത്ഭുതകരമായ വാചകമാണ്. അതുകൊണ്ട് വസ്ബിറു അലാ ആലിഹത്തിക്കും, അള്ളാഹു അല്ലാത്ത ആളുകളോട് നാം വിളിച്ചു തേടുന്ന, ആരാധിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഈ പുത്തൻ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. അവരിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയണമെന്ന് പറയുന്ന ആളുകൾ എന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൽക്കണമോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളായ അള്ളാഹുവിന് ധിക്കാരികളും കാഫിറുകളും അവിശ്വാസികളുമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച ശത്രുക്കളോടൊപ്പം നിൽക്കണോ നാം എന്നത് നാമാണ് തീരുമാനിക്കേണ്ടത്. കാരണം നാളെ പരലോകത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്, ആരാധനകൾ റഹ്മാനായ റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ എന്ന ആത്യന്തികമായി പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് ശക്തമായി തീരുമാനിക്കാൻ നമുക്ക് കഴിയണം എന്ന സന്ദേശമാണ് ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. തുടർന്ന് മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറതി ഇൻ ഹാദാ ഇല്ലാ ഇഖ്തിലാഖ്. വീണ്ടും ആ പ്രമാണിമാർ പറയാണ്, മാ സമിഅനാ ബിഹാദ, ഇതിനെപ്പറ്റി നാം കേട്ടിട്ടില്ല. ഏതിനെപ്പറ്റി? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹ് മാത്രം. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ സഹായ തേട്ടം നിന്നോട് മാത്രമേ ഞങ്ങൾ നടത്തൂ എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യുന്നില്ലേ? അങ്ങനെ നിന്നെ മാത്രം ആരാധിക്കുക എന്ന ഈ മുഹമ്മദിന്റെ ഈ വാക്ക് നാം കേട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് നാം അറിഞ്ഞിട്ടില്ല. ഫിൽ മില്ലത്തി, മാർഗത്തിൽ, അൽ ആഖിറ, ഒടുവിലത്തെ അവസാനത്തെ മാർഗത്തിൽ നാം കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന്റെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ
ആ ഇഞ്ചീലിലും മറ്റും നമ്മളത് കേട്ടിട്ടില്ല എന്ന പച്ച നുണയാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, ഇത് കെട്ടിയുണ്ടാക്കിയത് മാത്രമാണ്. മുഹമ്മദ് സ്വന്തമായി വാദിച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു വാദമാണ് അള്ളാഹിനോട് മാത്രം എന്ന് പറയുന്നത്. അതായിരുന്നു മക്കയിലെ പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളവാദിയാണ്, അവൻ സാഹിറാണ് എന്ന് പറയാൻ അവർ കൊണ്ടുവന്ന ന്യായം. ഇതേ ന്യായം ഇന്ന് നമ്മുടെ ഇന്നത്തെ നാട്ടിലെ പ്രമാണിമാർ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ഇതുവരെ കാലാകാലം നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അള്ളാഹിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ, അള്ളാഹിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, എല്ലാ കാര്യവും അള്ളാഹുവിൽ മാത്രമാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്, അള്ളാഹു ഒരു കാര്യം വിചാരിച്ചാൽ അത് ലോകത്ത് നടക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസ നടപടികൾ അത് പറയുന്ന മാത്രം എന്ന് പറയുന്നത് അത് പുത്തൻ ആചാരമാണ്, പുത്തൻ വിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകളെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. പ്രമാണിമാർ പറഞ്ഞത് മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറതി ഇൻ ഹാദാ ഇല്ലാ ഇഖ്തിലാഖ്. അവസാനത്തെ മത നടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടില്ല. ഇതൊരു കെട്ടിയുണ്ടാക്കിയ സൃഷ്ടിയല്ലാതെ മറ്റൊന്നും അല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത് മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവൻ ആ പറയുന്നത് കള്ളവാദമാണ്. ആ മുഹമ്മദിന്റെ ആ വാചകത്തോടൊപ്പം നിങ്ങൾ ആരും നിൽക്കരുത്, നിങ്ങൾ അവരിൽ നിന്ന് ഓടുക. അവൻ വല്ല ഖുർആൻ ഓതുകയാണെങ്കിൽ, അവൻ വല്ല ഉപദേശം നൽകുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെവി കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ കേൾക്കുകയാണ് തന്നെ അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവന്റെ ആ പരിപാടി, അവന്റെ ആ ഖുർആൻ പാരായണവും ആ ഉപദേശങ്ങളും സദുപദേശങ്ങളും എങ്ങനെയെല്ലാം മുടക്കാൻ കഴിയോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആ നാട്ടിലെ പ്രമാണിമാർ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശക്തമായിരിക്കുന്ന ആരോപണങ്ങളും പരിഹാസങ്ങളും അവർ ഉന്നയിക്കുകയുണ്ടായി എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ഈ കൽപ്പന ഏറെ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കാരണം തൗഹീദ് അത് ഏറ്റവും പ്രധാനമാണ്. എല്ലാം അല്ലാഹു തആല പുറത്തു തരും കൂട്ടരെ, എല്ലാം അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് പുറത്തു തരും. പക്ഷെ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് അല്ലാഹ് എനിക്ക് കുട്ടിയെ തരണേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവേ എൻ്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ആളുകളോട്, ശക്തികളോട്, വ്യക്തികളോട്, മരണപ്പെട്ടു പോയവരോട് നമ്മുടെ സങ്കടങ്ങളും പരാതികളും നമ്മൾ പറയുന്ന ആ ശിർക്കിൽ നാം എത്തിയാൽ ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏറ്റവും ശക്തമായ പാപം അതാണ്. അത് അല്ലാഹു ഒരിക്കലും പുറത്തു തരികയില്ല. അവർക്ക് നരകം നിർബന്ധമാണ്, അവർ നരകത്തിൽ ശാശ്വതരാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൗഹീദിന്റെ വക്താക്കളാവുക, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. ഇത്തരത്തിലുള്ള പ്രമാണിമാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അല്ലാഹു മതി, എനിക്ക് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുക എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.